പലപ്പോഴായി നമ്മൾ കണ്ടിഷ്ടപ്പെട്ട പല മലയാള സിനിമകളിലെ സീനുകളും ഡയലോഗുകളും മലയാളം ഉൾപ്പെടെയുള്ള മറ്റു പല സിനിമകളിൽ നിന്നും നേരിട്ടും അല്ലാതെയോ എടുത്തുപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് അപ്പക്കുട്ടൻ നായർ. നായരല്ല മേനോൻ. രണ്ടും ഒന്ന് തന്നെ. ഈ നായന്മാരെ പൊതുവെ ഇങ്ങനെയാണോ? ഞാൻ മേനോനാ. ഓ, അത് വേറെയാ. ആ സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതും ഒരു കോമ്പിലേഷൻ വീഡിയോയാണ്. നിങ്ങളിത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കിളിച്ചുണ്ടൻ മാമ്പഴം 2003 പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. സിനിമയിലെ ഒരു സീനിലായി മോഹൻലാൽ നായികയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ഓളോട് ചോദിച്ചാ എടുത്തു തരൂ. ചെല്ലി ഈ ഒരു മുത്തം തന്നെ യാമിനെ ചോദിച്ചിട്ട് തരണില്ല. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ഈ ഒരു സീൻ വാസ്തവത്തിൽ പ്രിയദർശൻ തന്നെ തിരക്കഥ എഴുതിയ മറ്റൊരു സിനിമയിൽ നിന്നും എടുത്തു ഉപയോഗിച്ചിട്ടുള്ളതാണ്. 1984 പ്രിയദർശൻ തിരക്കഥ എഴുതി ആലപ്പി അഷറഫ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു വനിതാ പോലീസ്. ആ സിനിമയിലെ ഒരു രംഗം ഒന്ന് കണ്ടു നോക്കൂ. ചോദിച്ചിട്ട് വരുന്നില്ല. അവനത് വലിയ ഇഷ്ടമാണ്. രണ്ട് സിനിമയുടെ തിരക്കഥാകൃത്ത് പ്രിയദർശൻ ആയതുകൊണ്ട് തന്നെ അതൊരു കോപ്പിയടിയെ കണക്കാക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ അതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. ഇനിയും കഥ തുടരും. 1985 പുറത്തിറങ്ങിയ ജോഷി സിനിമയാണ് ഇനിയും കഥ തുടരും. സിനിമയിൽ മമ്മൂട്ടി വില്ലന്മാരോട് റിവെഞ്ച് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അതിലൊന്നാണ് കാറിനുള്ളിൽ നിന്നും ലാലു അലക്സിനെ കൊല്ലുന്ന സീൻ. വണ്ടി നിർത്തരുത്, നേരെ MG റോഡിലേക്ക് വിട്. അയ്യോ എന്റെ കണ്ണടാ, അയ്യോ. എന്നാൽ വാസ്തവത്തിൽ ഈ ഒരു സീനിലെ കൺസെപ്റ്റ് 3 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മാറ്റുവൻ ചട്ടങ്ങൾ എന്ന സിനിമയിൽ നിന്നും എടുത്തുപയോഗിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല, രണ്ട് സിനിമയുടെയും ക്ലൈമാക്സ് ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. പുലിവാൽ കല്യാണം 2003 പുറത്തിറങ്ങിയ കോമഡി സിനിമയാണ് പുലിവാൽ കല്യാണം. രണ്ട് സെൽഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് മുതലാണ് സിനിമയുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. സിനിമയിലെ സെൽഫോൺ മാറിപ്പോകുന്ന ഒരു രംഗമാണ് ഇത്. ഞാനാ പിന്നെ എന്റെ ബ്രദർ ലേഡീസ് വെയറിന് പുതിയ ബിസിനസ് തുടങ്ങി. നിന്റെ സൈസ് എത്രയാ? റോങ് നമ്പർ. എന്താ ഒരു പെണ്ണ് വിളിച്ചിട്ട് ചോദിക്കാം എന്റെ സൈസ് എത്രയാന്ന്. എന്നിട്ട് നീ പറഞ്ഞോ? എന്നാൽ പുലിവാൽ കല്യാണത്തിലെ ഈ ഒരു രംഗം അതേപടിയെടുത്ത് മറ്റൊരു മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് 2004 പുറത്തിറങ്ങിയ ജിഷ്ണു നായകനായ പറയാമെന്ന സിനിമ. ഞാൻ ഷീബയാ, സിറ്റി സെന്ററിൽ നിന്ന്. ഇവിടെ പുതിയ കമ്പനിയുടെ ഫെദർ ടച്ച് പീസസ് കിട്ടാനുണ്ടെന്നും പറഞ്ഞ് നീ എന്നെ പറ്റിച്ചു അല്ലേ? എന്താ ഒരു പെണ്ണ എന്നോട് സൈസ് ചോദിക്കേ? ഈ രണ്ട് സിനിമകളിലും നായികന്റെ മൊബൈൽ ഫോണുകൾ മാറിപ്പോവുകയും കോളുകൾ മാറി വിളിക്കുകയും ശേഷം അവർ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സെൽഫോണുകൾ വന്നതുമൂലം ഒരുപാട് സിനിമകളിൽ ഇത്തരം കോമഡി പാറ്റേണുകൾ എടുത്ത് ഉപയോഗിച്ചിരുന്നു. വടക്ക് നോക്കിയന്ത്രം 1989 ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണ് വടക്ക് നോക്കിയന്ത്രം. സിനിമയിൽ ആരും മറക്കാത്ത ഒരു കഥാപാത്രമാണ് മാമുക്കോയ അവതരിപ്പിച്ച ഫോട്ടോഗ്രാഫർ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. റെഡി. അങ്ങനെ മാമുക്കോയയുടെ ഫോട്ടോഗ്രാഫർ റോൾ ഇഷ്ടപ്പെട്ട സത്യൻ അന്തിക്കാട് 1995 നമ്പർ 1 സ്നേഹദിനം ബാംഗ്ലൂർ നോർത്ത് എന്ന സിനിമയിൽ മാമുക്കോയ്ക്ക് ഒരു ഫോട്ടോഗ്രാഫറുടെ ഗസ്റ്റ് റോൾ കൊടുത്തു. ഒന്ന് സ്മൈൽ. ഇതാണോ ചിരി? സ്മൈൽ അറിയില്ലേ? ഓക്കെ. എന്നാൽ ഈ രണ്ട് സിനിമകളിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും മാമുക്കോയ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേ രീതിയിൽ തന്നെയാണ്. എന്താലേ? യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സത്യൻ അന്തിക്കാട് ജയറാം ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. സിനിമയിൽ ശ്രീനിവാസന്റെ ക്യാരക്ടറിനെ കുറിച്ച് ജയറാം പറയുന്ന ഒരു മികച്ച ഉദാഹരണമുണ്ട്. സ്ഥലത്തിന് ഭയങ്കര വിലയുള്ളൊരു ഏരിയ. സെന്റിന് 10 ലക്ഷം രൂപ എന്ന് വെച്ചോ. ആ ഏരിയയില് ഈ ഗോപിയേട്ടനെ ഒരു ചെറിയ മുറിയെടുത്ത് 1 മാസം താമസിപ്പിച്ചാൽ മതി. സ്ഥലത്തിന്റെ വില കുറഞ്ഞ് 1000 രൂപ വരെ എത്തും. അത്ര മര്യാദക്കാരനാണ്. എന്നാൽ വളരെ രസകരമായ ഈ ഒരു രംഗം മറ്റൊരു സിനിമയിൽ വേറൊരു കഥാപാത്രത്തെ ഉദാഹരണപ്പെടുത്തി സംസാരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് 2011 പുറത്തിറങ്ങിയ പ്രിയദർശൻ സിനിമയായ അറബിയും ഒട്ടകവും പി മാധവൻ നായരും എന്ന സിനിമ. എറണാകുളം MG റോഡിൽ ഇപ്പൊ ഒരു സെന്റിന് എത്ര രൂപ കാണും? എനിക്ക് അറിഞ്ഞൂടാ. ഒരു 50 ലക്ഷം. ഇവനെ അവിടെ കൊണ്ട് താമസിപ്പിച്ച പിറ്റേ ദിവസം 10,000 രൂപയ്ക്ക് ആളുകൾ വിറ്റിട്ട് ഓടിക്കളയും. പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് വെട്ടം. വെട്ടം സിനിമയിലെ ഒരു ഭാഗത്തായി ഹോട്ടലിൽ കസ്റ്റമർക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ജഗദീഷ് ആരും കാണാതെ ഫുഡ് കഴിക്കുകയും എന്നാൽ ദിലീപ് ഇത് കണ്ടുപിടിക്കുകയും അവിടെ വെച്ച് ജഗദീഷിനെ ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്.
കാശ് കൊടുത്തിട്ട് നിന്റെ കെച്ച് വേണോടാ ഞങ്ങൾ കസ്റ്റമേഴ്സ് കഴിക്കാൻ. ഇനി മേലാൽ തിന്നൂല സാർ. ഇതേ രംഗം പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത അരം പ്ലസ് അരം കിന്നരം എന്ന സിനിമയിൽ കാണാൻ കഴിയും. റൂമിൽ താമസിക്കുന്നവരുടെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് കട്ടതിനെ അല്ലേടാ. അതുമാത്രമല്ല 2001 പുറത്തിറങ്ങിയ കാക്കക്കോയിൽ എന്ന പ്രിയദർശൻ സിനിമയിൽ സിനിമയുടെ അവസാന ഭാഗത്തായി വിലപിടിച്ച വസ്തുക്കളുള്ള ഒരു വലിയ പെട്ടിയുമായി പോകുന്ന മുകേഷിനെ മോഹൻലാൽ തടയുകയും അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. പണമുള്ളവൻ പണക്കാരൻ, ലക്ഷമുള്ളവൻ പ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ. ഇതേ രംഗം തന്നെ പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത അറബി മൊട്ടവും പി മാധവൻ നേർ എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണമുള്ളവൻ പണക്കാരൻ, ലക്ഷമുള്ളവൻ പ്രഭു, ലക്ഷപ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. നമ്മളും CID മൂസ 2003 പുറത്തിറങ്ങിയ നമ്മുടെ എക്കാലത്തെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് CID മൂസ. സിനിമയിലെ കൊച്ചിൻ ഹനീഫയുടെ വളരെ രസകരമായ ഒരു കോമഡി രംഗമാണ് ഇത്. എന്നാൽ ഈ ഒരു കൺസെപ്റ്റ് വാസ്തവത്തിൽ 1964 പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയായ ബെഡ് ടൈം സ്റ്റോറിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മൂന്നാം മുറ 1988 മോഹൻലാൽ സിനിമയായിരുന്നു മൂന്നാം മുറ. സിനിമയിൽ നായകനായ മോഹൻലാലിന് ഇഷ്ടമല്ലാത്ത മറ്റൊരു പോലീസ് ഓഫീസർ അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു സീനുണ്ട്. ഒരു നല്ല പേരുണ്ട്, അലി ഇമ്രാൻ എന്നായിരുന്നു അവരുടെ പേര്. ഇത് അലിപ്പട്ടി, ഇത് ഇമ്രാൻ പട്ടി. ഇവിടെ പട്ടിക്ക് നായകന്റെ പേരാണ് ആ വ്യക്തി ഇടുന്നത്. സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് SN സ്വാമിയാണ്. എന്നാൽ ഇതേ രംഗം തന്നെ SN സ്വാമി തിരക്കഥ എഴുതിയ മറ്റൊരു സിനിമയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2004 പുറത്തിറങ്ങിയ സേതുരാമയ്യർ CBI എന്ന സിനിമയിലാണ് അത് കാണാൻ കഴിയുന്നത്. ഒരു ഉഗ്രം പേരുണ്ട്, പറയട്ടെ. സേതുരാമൻ. സേതുരാമൻ. ഒരു നാൾ വരും 2010 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ഒരു നാൾ വരും. സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓ, ഇടിവെട്ടിയവരെ പാമ്പ് കടിച്ചു. എപ്പോ? മൂർഖനാണല്ലേ? ഏത് പാമ്പാണ് സാർ? എന്നാൽ ഇതേ ഡയലോഗ് 10 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ മറ്റൊരു സിനിമയായ കാക്കക്കോയിലിൽ നിന്നും ഇൻസ്പയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. ലൂസിഫർ 2019 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ലൂസിഫർ. സിനിമയിലെ വളരെ പ്രാധാന്യമുള്ള ഒരു സീനും ഡയലോഗുമായിരുന്നു ഇത്. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. എന്നാൽ വാസ്തവത്തിൽ ലൂസിഫറിലെ ഈ ഒരു രംഗം 4 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഡെയർ ഡെവിൾ എന്ന TV സീരീസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. I'm not seeking penance for what I've done, Father. I'm asking forgiveness for what I'm about to do. രണ്ടിലും ഒരേ സിറ്റുവേഷൻ, ഒരേ ഡയലോഗ് ഡെലിവറി. അതുമാത്രമല്ല 2 മൂവിയിലും പ്രധാന കഥാപാത്രത്തെ എടുത്തു വളർത്തുന്നത് പള്ളിയിലെ അച്ഛനാണ്. അദ്ദേഹത്തോട് തന്നെയാണ് അവർ ഈ ഡയലോഗ് പറയുകയും ചെയ്യുന്നത്. ഇതൊക്കെ എന്ത്? ഹൃദയം 2022 പുറത്തിറങ്ങിയ റൊമാന്റിക് സിനിമയാണ് ഹൃദയം. പലരും സിനിമ ക്രിഞ്ചാണെന്ന് പറയുന്നുണ്ടെങ്കിലും കുറെ ആളുകൾക്ക് ഈ സിനിമ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിലെ മനോഹരമായ ഒരു സീനാണ് ഇത്. ഗുഡ് നൈറ്റ്. ഒരു മിനിറ്റ്. എന്നാൽ ഹൃദയം സിനിമയിലെ ഈ ഒരു സീൻ വാസ്തവത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മറ്റൊരു ഐക്കോണിക് റൊമാന്റിക് സിനിമയായ അന്നയും റസൂലും എന്ന സിനിമയിലെ ഒരു സീനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഒരു മിനിറ്റ്. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ ആദ്യം എന്നെ അടിച്ചെറിഞ്ഞ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ടും ഒരേ സംഭവം തന്നെ. സിനിമ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച ഒരു സീനും കൂടിയായിരുന്നു ഇത്. ഫാൻഡം 2002 പുറത്തിറങ്ങിയ മമ്മൂട്ടി സിനിമയാണ് ഫാൻഡം. സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച ഫാൻഡം പൈലിയും ദിംതി മത്തായും തമ്മിലുള്ള കള്ളുകൂടിയെല്ലാം ഗംഭീര സീനുകളായിരുന്നു. നേരിട്ടൊരു മത്സരം സമ്മതിച്ചു. ഒരു 3-3.5 ലിറ്റർ ഇപ്പോഴേ പൈലയുടെ വയറ്റിലുണ്ട്. അത് താനൊരു ബോണസ് ആയിട്ട് വെച്ചു. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. എന്നാൽ ഈ ഒരു സീനും അതിൽ മമ്മൂട്ടി പറയുന്ന ഡയലോഗും 10 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ മറ്റൊരു മമ്മൂട്ടി സിനിമയായ ജോണി വാക്കറിലെ ഒരു സീനിൽ നിന്നും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോ നല്ല ബീറിന് പുറത്ത് നിൽക്കുക. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അത്തെ അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നത്?
രണ്ട് സിനിമയിലും മദ്യപിച്ചിരിക്കുന്ന മമ്മൂട്ടിയുടെ അടുത്തേക്ക് മത്സരിക്കാൻ വരുന്ന മറ്റൊരു വ്യക്തിയെ കാണാം. ഒരിടത്ത് ജഗതിയാണെങ്കിൽ മറ്റൊരിടത്ത് അത് ലാലു അലക്സ് ആണ്. അവസാനം കുടിച്ചു ജയിക്കുന്നത് നായകനായ മമ്മൂട്ടി. സ്വാഭാവികം. അതുമാത്രമല്ല, രണ്ട് സിനിമയിലും നായകനായ മമ്മൂട്ടിയുടെ പേരിൽ സിനിമയുടെ പേരുമുണ്ട്, ഫാന്റം പൈലിയും ജോണി വാക്കറും. ഇത് മാത്രമല്ല, 2005 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് അച്ചുവിന്റെ അമ്മ. സിനിമയിൽ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് പാചകം ചെയ്യുന്ന ഉർവശിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ട് ഒരുപാട് ചിരിച്ചതാണ്. Put some coconut oil, put some kadugamanis, kadugara, close it, curry ready. എന്നാൽ ഇതേ കണ്ടന്റ് അല്പം മാറ്റം വരുത്തി ഡങ്കി എന്ന സിനിമയിൽ സംവിധായകൻ ഉപയോഗിച്ചിട്ടുണ്ട്. 5 mint potato, potato out. Mint paratha ready ji. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.